കർഷകർക്ക് എട്ടിന്റെ പണി. കുതിച്ചുയർന്ന റബ്ബർ വില വീണ്ടും താഴേക്ക്. നിലവിൽ സംസ്ഥാനത്ത് കൂടുതൽ തോട്ടങ്ങളിൽ മൺസൂൺ ടാപ്പിംഗും ആരംഭിച്ചിട്ടുണ്ട്. ആശ്വസിക്കാൻ വകയില്ല. കർഷകർക്ക് എട്ടിന്റെ പണി. കുതിച്ചുയർന്ന റബ്ബർ വില വീണ്ടും കുത്തനെ താഴേക്ക്. നിലവിൽ സംസ്ഥാനത്ത് വലിയ ആശങ്ക തന്നെയാണ് ഈ മാറ്റം സൃഷ്ടിച്ചിരിക്കുന്നത്. കിലോയ്ക്ക് 300 കടന്നു കുതിച്ച റബ്ബറിന്റെ അന്താരാഷ്ട്ര വിലയാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. ഇത് ആഭ്യന്തര റബ്ബർ വിപണിയിലും പ്രതിഫലിച്ചു കണ്ടു തുടങ്ങി. രാജ്യാന്തര വിപണിയുടെ ചുവടുപിടിച്ചാണ് ഉയർന്ന വില ഇപ്പോൾ വീണ്ടും താഴ്ന്നത്. ചരക്ക് ലഭ്യത വർദ്ധിച്ചതും ഇറക്കുമതി കൂടിയതുമാണ് ആഭ്യന്തര വിപണിയെ താഴേക്ക് നയിക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. റബ്ബർ ബോർഡ് പറയുന്നതനുസരിച്ചുള്ള വില RSS4-ന് 269 രൂപയാണ് നിലവിലുള്ളത്. രാജ്യാന്തര റബ്ബർ വില കിലോഗ്രാമിനാകട്ടെ 274 രൂപയും. എന്നാൽ വലിയ പ്രതീക്ഷയോടെ സംസ്ഥാനത്ത് കൂടുതൽ തോട്ടങ്ങളിൽ മൺസൂൺ ടാപ്പിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിപണിയിലേക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ ചരക്കും എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ തോട്ടങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കുമെന്നാണ് കർഷകരും പറയുന്നത്. കൂടാതെ വിലയിലെ ഉയർച്ച കണ്ട് വർഷങ്ങളായി ടാപ്പിംഗ് നടക്കാത്ത തോട്ടങ്ങളിൽ പോലും സജീവമായി ഇപ്പോൾ ടാപ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. റബ്ബർ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്ത് ടാപ്പിംഗ് നടത്തുന്നവർ കൂടി വരുന്നതായും കണ്ടെത്തലുണ്ട്. അതുതന്നെ റബ്ബർ മേഖലയ്ക്ക് ഉണർവ് പകരാൻ വലിയൊരു കാരണമായി. എന്നാൽ റബ്ബറിന് വില വർദ്ധിച്ചതോടെ അതുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളുടെയും വില കുത്തനെ കൂടുന്ന കാഴ്ചയുമുണ്ട്. അതുകൂടാതെ തൊഴിലാളികളുടെ കൂലിയിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഒരു മരത്തിന് 4 രൂപയ്ക്ക് മുകളിൽ വരെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. റബ്ബർ വിലയിലെ മാറ്റം തന്നെയാണ് കൂലി കൂടാനും ഇടയാക്കിയത്. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ച് റബ്ബർ വില താഴേക്ക് പോകുകയാണ്. ഇതിൽ നിന്നും എങ്ങനെ കരകയറുമെന്നാണ് കർഷകർ ഇപ്പോൾ ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.